Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. പ്രിയ കുട്ടികളെ, നമ്മുടെ പുതിയൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ സോളിനോയിഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതും രസകരവുമായ ഒരു ചോദ്യമാണ് വിശദമായി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ചോദ്യത്തിന്റെ ഭാഗം ശ്രദ്ധിച്ചു വായിക്കാം. അബ് എന്നു പേരുള്ള ഒരു സോളിനോയിഡിന്റെ സെവോ എന്ന അറ്റത്തിന് സമീപം ഒരു കാന്തിക സൂചി അഥവാ മാഗ്നറ്റിക് നീഡിൽ വെച്ചിരിക്കുന്നു. ഈ ക്രമീകരണം കൃത്യമായി മനസ്സിലാക്കാൻ സ്ക്രീനിലെ ചിത്രം ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യത്തെ ഉപചോദ്യം ഇതാണ്: സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കാന്തിക സൂചിയുടെ ഏത് ധ്രുവമാണ് ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ക്ലോക്ക് റൂൾ പ്രകാരം നമ്മൾ നോക്കിയാൽ ലുവോ എന്ന അറ്റത്ത് ഉത്തരധ്രുവമാണ് ഉണ്ടാവുക. അതുകൊണ്ട് സ്വാഭാവികമായും കാന്തിക സൂചിയുടെ ദക്ഷിണധ്രുവം അവിടേക്ക് ആകർഷിക്കപ്പെടും. ഉത്തരം ദക്ഷിണധ്രുവം അഥവാ സൗത്ത് പോൾ ആണ്. ഇനി ചോദ്യം ബി നോക്കാം. ഈ ഉത്തരത്തിൽ നിങ്ങൾ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് വിശദമാക്കുക. പരീക്ഷയ്ക്ക് കേവലം ഉത്തരം എഴുതിയാൽ പോരാ, അതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം കൂടി നമ്മൾ വ്യക്തമാക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ള കാരണം ഇങ്ങനെ വിശദീകരിക്കാം. കറന്റ് കടന്നുപോകുമ്പോൾ സോളിനോയിഡിന്റെ സെവോ എന്ന അറ്റം ഒരു ഉത്തരധ്രുവമായി പ്രവർത്തിക്കുന്നു. കാന്തികതയുടെ അടിസ്ഥാന നിയമമനുസരിച്ച് വിപരീത ധ്രുവങ്ങൾ എപ്പോഴും പരസ്പരം ആകർഷിക്കുമല്ലോ. അതുകൊണ്ടാണ് കാന്തിക സൂചിയുടെ ദക്ഷിണധ്രുവം ശയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഇനി ചോദ്യം സി. വൈദ്യുതി കടന്നുപോകുന്ന ഒരു സോളിനോയിഡിന്റെ കാന്തികശക്തി വർദ്ധിപ്പിക്കാനുള്ള 2 മാർഗങ്ങൾ നിർദ്ദേശിക്കുക. എല്ലാ വർഷവും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. കാന്തികശക്തി വർദ്ധിപ്പിക്കാൻ നമുക്ക് ചില എളുപ്പവഴികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, സോളിനോയിഡിലെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ചുറ്റുകളുടെ എണ്ണം കൂടുന്തോറും കൂടുതൽ ശക്തമായ കാന്തികമണ്ഡലം അവിടെ രൂപപ്പെടും. രണ്ടാമത്തെ മാർഗം അതിലൂടെ ഒഴുകുന്ന വൈദ്യുതിയുടെ തീവ്രത വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇതിനുള്ളിൽ ഒരു പച്ചിരുമ്പ് കോർ വെക്കുന്നതും കാന്തികശക്തി കൂട്ടാനുള്ള മറ്റൊരു മികച്ച മാർഗമാണ് കേട്ടോ. വളരെ നന്നായി, നമ്മൾ ആദ്യ ഭാഗം പൂർത്തിയാക്കി. ഇനി പരീക്ഷയ്ക്ക് ചോയ്സ് ആയി നൽകിയിട്ടുള്ള ചോദ്യം കൂടെ നമുക്കൊന്ന് നോക്കാം. ഭാഗം ബി പറയുന്നത് ഇങ്ങനെയാണ്: അബ് എന്ന സോളിനോയിഡിന്റെ സെവോ എന്ന അറ്റത്തിന് സമീപം വൈദ്യുതി കടന്നുപോകുന്ന ഒരു ചാലക ലൂപ്പ് വെച്ചിരിക്കുന്നു. സോളിനോയിഡിലൂടെ വൈദ്യുതി കടത്തിവിടാൻ മിയോ എന്നീ ബിന്ദുക്കൾക്കിടയിൽ ഒരു സെൽ ഘടിപ്പിക്കണം. അതിലെ ചോദ്യം നോക്കാം. ചാലക ലൂപ്പ് എവോ എന്ന അറ്റത്തുനിന്ന് വികർഷിക്കപ്പെടണമെങ്കിൽ സെല്ലിന്റെ ഏത് ടെർമിനൽ ആണ് അയിൽ ഘടിപ്പിക്കേണ്ടത്? വികർഷിക്കണമെങ്കിൽ ഒരേ ധ്രുവങ്ങൾ തന്നെ മുഖാമുഖം വരണം. ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ അയിൽ നമ്മൾ നെഗറ്റീവ് ടെർമിനൽ ആണ് ഘടിപ്പിക്കേണ്ടത്. തുടർന്ന് ചോദ്യം ബി. സോളിനോയിഡ് ഉണ്ടാക്കുന്ന ഫ്ലക്സ് വർദ്ധിക്കുമ്പോൾ സിംഗിൾ ലൂപ്പ് സ്വന്തമായി ഉണ്ടാക്കുന്ന ഫ്ലക്സിന് എന്ത് മാറ്റം സംഭവിക്കുന്നു? ഇതൊരു ട്രിക്കി ചോദ്യമാണ്. ആ സിംഗിൾ ലൂപ്പ് സ്വന്തമായി ഉണ്ടാക്കുന്ന ഫ്ലക്സിന്റെ അളവിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഉത്തരം മാറ്റമില്ല എന്നാണ്. ചോദ്യം സി. സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ അയിലും നെഗറ്റീവ് ടെർമിനൽ കവിലും ഘടിപ്പിച്ചാൽ സോളിനോയിഡിന്റെ ഏത് അറ്റത്താണ് ഉത്തരധ്രുവം രൂപപ്പെടുക? ബയിൽ നിന്ന് കവിലേക്ക് കറന്റ് പോകുമ്പോൾ വലതുകൈ പെരുവിരൽ നിയമം ഉപയോഗിച്ച് നോക്കിയാൽ വലതുവശത്തുള്ള എവ എന്ന അറ്റത്തായിരിക്കും ഉത്തരധ്രുവം രൂപപ്പെടുക എന്ന് നമുക്ക് കണ്ടെത്താം. അവസാന ചോദ്യം ഡി. വൈദ്യുതി കടന്നുപോകുന്ന സോളിനോയിഡിന് ചുറ്റുമുള്ള കാന്തികമണ്ഡലം ഒരു ബാർ കാന്തത്തിന്റെ കാന്തികമണ്ഡലത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കാഴ്ചയിൽ ഒരുപോലെ തോന്നാമെങ്കിലും അവയുടെ സ്വഭാവം വ്യത്യസ്തമാണ്. ഇവ തമ്മിലുള്ള 2 പ്രധാന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാനായി താഴെ നൽകുന്നു. ഒന്നാമത്തെ വ്യത്യാസം, ഒഴുകുന്ന കറന്റിന്റെ അളവ് മാറ്റുന്നതിലൂടെ സോളിനോയിഡിന്റെ കാന്തികശക്തി നമുക്ക് വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ കഴിയും. എന്നാൽ ഒരു ബാർ കാന്തത്തിന്റെ കാന്തികശക്തി എപ്പോഴും സ്ഥിരമായിരിക്കും, അത് മാറ്റാൻ കഴിയില്ല. രണ്ടാമത്തെ വ്യത്യാസം വളരെ രസകരമാണ്. കറന്റിന്റെ ദിശ മാറ്റുന്നതിലൂടെ സോളിനോയിഡിന്റെ ധ്രുവങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പരസ്പരം മാറ്റാൻ കഴിയും. എന്നാൽ ഒരു ബാർ കാന്തത്തിൽ ഒരിക്കലും ഇത് സാധ്യമല്ല. അങ്ങനെ വളരെ വിശദമായി നമ്മൾ ഈ വലിയ ചോദ്യം പൂർണ്ണമായും സോൾവ് ചെയ്തു കഴിഞ്ഞു. ഈ ആശയങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കണ്ടതിന് നന്ദി. ഹാപ്പി ലേണിംഗ്.